ദേശീയതയുടെ കാര്യത്തിലായാലും അന്തർദേശീയ തലത്തിൽ ഭാരതത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഭാരതം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു ചേരിചേരാ നയം ആരോടും പക്ഷം പിടിക്കാതെ, പക്ഷേ ശരിയുടെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത് അന്തർദേശീയ തലത്തിലും തന്റേതായിട്ടുള്ള നിലപാട് ആർക്കു മുമ്പിലും മുട്ടുമടക്കാതെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സർക്കാർ അത് നരേന്ദ്രമോദി സർക്കാർ. ആസിയാൻ കരാർ തൊട്ട് ഏറ്റവും അവസാനത്തെ ഏതൊരു കാര്യവും എടുത്തു നോക്കിയാൽ, യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ കാര്യത്തിലായാലും ഭാരതത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം, ആ അഭിപ്രായത്തെ, നിലപാടിനെ ഏത് സമ്മർദ്ദത്തിനു മുമ്പിലും വിട്ടുവീഴ്ചയില്ലാതെ പറയാനുള്ള ഒരു ആർജവം കാണിച്ചിട്ടൊരു സർക്കാർ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്നെങ്കിലും നടന്നായി എന്നാണ് വിചാരിച്ചിരുന്ന കാശ്മീരിന്റെ കാര്യത്തിലുള്ള ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റി. സുഷമാജിയുടെ പ്രതികരണം വളരെ വൈകാരികമായി. ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ നടക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത കാര്യം നടന്നു. ഒരിക്കലും നടക്കുമോ എന്ന് സംശയമുണ്ടായ കാര്യം, എന്നെങ്കിലും നടക്കുമോ എന്ന സംശയമുള്ള കാര്യം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടും അതിന് ഒരു സ്വതന്ത്ര രാജ്യം പോലെ അധികാരം വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഭാരതത്തിന്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റിയ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തീരുമാനം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാം കണ്ടിട്ടുള്ള ഭാരതത്തിനകത്തെ ഏറ്റവും വലിയ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്ന, എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു സാമൂഹികവും രാഷ്ട്രീയവും നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സംവരണമാണ്. ആ സംവരണം മതത്തിന്റെയും ജാതിയുടെയും മറ്റു പല സങ്കുചിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലുള്ള ധാരാളം പോരാട്ടങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. വിപിൻ സിംഗിന്റെ കാലത്ത് തൊട്ട് അത് ഏറ്റവും അതിന് മൂർധന്യാവസ്ഥയിൽ വന്നു. അങ്ങനെ വന്ന ചരിത്രമുള്ള ഭാരതത്തിൽ നരേന്ദ്രമോദിജിക്ക് മാത്രമേ ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്ന രീതിയിൽ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന എല്ലാ വിഭാഗത്തിനും 10% സംവരണം കൊണ്ടുവരാനുള്ള ഐതിഹാസികമായിട്ടുള്ള, ചാരിത്രികപരമായിട്ടുള്ള, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അതിന് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ആ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നമ്മുടെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് അത് ഒരു പ്രയാസവുമില്ലാതെ, ആരുടെയും എതിർപ്പില്ലാതെ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് എതിർപ്പുണ്ട് ഒഴിച്ചാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള മാറ്റം. സംവരണത്തിൽ പോലും ഒരു പ്രശ്നമില്ലാതെ സമൂഹത്തിൽ കലാപമില്ലാതെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചരിത്രം നരേന്ദ്രമോദി സർക്കാർ. അങ്ങനെ ഒട്ടനവധി നിയമ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സർക്കാരാണ്. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഒട്ടനവധി നടത്തിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തില് നമ്മുടെ അടിമത്തത്തിന്റെ സങ്കേതങ്ങളായിട്ടുള്ള നിയമങ്ങൾ, അതിന്റെ പേരുകളും അതിന്റെ എല്ലാം മാറ്റി ഇപ്പൊ പുതിയ ഭാരതത്തിന്റെ തനിത് സ്വത്വം വിളിച്ചു പറയുന്ന നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും സ്തുതാർഹമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പൊ ദേശീയതയിൽ വിശ്വസിക്കുന്ന,
നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സമസ്യ ഉണ്ടെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യസ്നേഹിക്കും നരേന്ദ്രമോദി സർക്കാർ ഒന്നുകൂടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല. ദേശീയതയിൽ വിശ്വസിക്കുന്ന അഭിഭാഷകർ എന്ന നിലയ്ക്ക് നമുക്ക് ഏറെ കടമയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അഭിഭാഷക സമൂഹമാണ്. ഏതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റവും ഭരണമായിക്കോട്ടെ, ഭരണഘടനയായിക്കോട്ടെ, ഭരിക്കുന്നവരെ ആയിക്കോട്ടെ, സമൂഹത്തിലെ അനീതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ എക്കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സമൂഹമാണ് അഭിഭാഷക സമൂഹം എന്ന് പറയുന്നത്. അഭിഭാഷക സമൂഹമാണ് സമൂഹത്തിലെ അനീതിക്കെതിരായി നിർഭയമായിട്ട് കോടതിക്കകത്തും പുറത്തും, കോടതി എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാത്തടത്ത് അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഭരണത്തിന്റെ കീഴിലാണ് നമ്മുടെ ജുഡീഷ്യറി എന്നുപോലെ ഉള്ള സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി നീതി ലഭിച്ചു കൊടുത്തിട്ടുള്ള, ലഭ്യമാക്കിയിട്ടുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കടമയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയെ ഒന്നുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കണ്ണൂർ ലോക്സഭയുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥ് ജി ഇവിടെ വരികയാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും നിറകൈയോടെ കൈയടിയോടെ സ്വാഗതം ചെയ്യാം. സ്ഥാനാർത്ഥി ഇവിടെ എത്തിയതുകൊണ്ടും അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച പര്യടനത്തിന്റെ ഇടയിൽ നമുക്കൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സന്മനസ് കാണിച്ചതിന് അദ്ദേഹത്തെ ഞാൻ അഭിഭാഷക സമൂഹത്തിന് വേണ്ടി ആദ്യമായി അഭിനന്ദനം അർപ്പിക്കാനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല, കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്ന സഹോദരന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു നിർദ്ദേശം, നമുക്ക് കിട്ടിയിട്ടുള്ളൊരു നിർദ്ദേശം, നമ്മളെല്ലാവരും നമ്മുടെ പ്രദേശത്ത് എൻഡിഎയുടെ സ്ഥാനാർത്ഥിക്ക്, മോദിജിയുടെ പ്രതിനിധിക്ക്, മോദിജിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങണമെന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത് മോദിജിയുടെ ഒരു ആഹ്വാനത്തെയാണ്. മോദിജി കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, പ്രത്യേകിച്ച് ബൂത്തിലെ പ്രവർത്തകരോട് പറഞ്ഞു, ഇത്തവണത്തെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിക്കുള്ള ഒരു ആദരാഞ്ജലി ആയിട്ട് വേണം നാം അർപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം 370 വകുപ്പ്, അത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് വെറും ഒരു ആർട്ടിക്കിൾ മാത്രമല്ല. ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ജമ്മു കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടും അതല്ലാതാക്കുന്ന, അവിടെയും സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള തീരുമാനമായിരുന്നു 370 വകുപ്പ് മാറ്റുക എന്നത്. നരേന്ദ്രമോദിജി പാർട്ടി പ്രവർത്തകർ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, ഇത്തവണ ശ്യാം പ്രസാദ് മുഖർജിയാണ് ജമ്മു കാശ്മീരിന്റെ എന്താ പറയാ അവിഭാജ്യ ഘടകമായിട്ട് ഇന്ന് ബാക്കി നിർത്തുന്നുണ്ടെങ്കിൽ ശ്യാം പ്രസാദ് മുഖർജിയുടെ ബലിദാനമാണ് എന്ന് അതിന് കാരണം. അദ്ദേഹം അവിടെ രണ്ട് പ്രധാനമന്ത്രി, അങ്ങനെ 2 രാജ്യമാക്കി മാറ്റുന്ന നെഹ്റുവിന്റെ തീരുമാനത്തിനെതിരായിട്ട് അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിലും, ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കണമെങ്കിലും അനുവാദം വേണമെന്ന് പറഞ്ഞതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കശ്മീർ ചലോ എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും അതുവഴി അനുമതിയില്ലാതെ, വിസയില്ലാതെ കാശ്മീരിലേക്ക് പോയതിന്റെ പേരിൽ അറസ്റ്റ് ആവുകയും ആ അറസ്റ്റിലായി ജയിലിൽ അദ്ദേഹത്തിന് ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ള, യഥാർത്ഥത്തിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്
കശ്മീർ ഭാരതത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റിയെടുക്കുന്നതില് ആ നിർണായകമായിട്ടുള്ള ഒരു ജീവത്യാഗം, പ്രാണത്യാഗമുണ്ട് എന്ന് നമ്മെ അദ്ദേഹം നരേന്ദ്രമോദിജി ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 370 വകുപ്പ് ഇല്ലാതായ ശേഷം ഭാരതത്തിന്റെ അവിഭാജ്യഘടകമായിട്ട് ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പോലെ ഒരു നിയമം, ഭാരതത്തിലെ പാർലമെന്റ് പാസാക്കിയ നിയമം കാശ്മീരിലേക്കും കൂടി നടപ്പിലാക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് 370 വകുപ്പ് മാറ്റിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും അതിന്റെ അനുസ്മരിപ്പിക്കുന്ന ശ്യാമപ്രസാദ് മുഖർജിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നേരത്തെ കിട്ടിയതിനേക്കാൾ 370 വോട്ട് കൂടുതൽ ലഭ്യമാക്കണം, അത് ലഭിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അഭിഭാഷക സുഹൃത്തുക്കളോട് ഞാനൊരു അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിജി പറഞ്ഞത് ഒരു ബൂത്തിൽ 370 വോട്ട് അധികമായിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ലഭിക്കണം നമുക്ക് എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ ഏറ്റവും നല്ല സ്വാധീനമുള്ള അഭിഭാഷക സുഹൃത്തുക്കളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 2 നിയോജക മണ്ഡലം, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ 7 നിയോജക മണ്ഡലം, അതിനപ്പുറത്ത് 2 നിയോജക മണ്ഡലം വടകരയിലും. അങ്ങനെ കണ്ണൂർ ജില്ലയുടെ അഭിഭാഷക സുഹൃത്തുക്കളോട്, ദേശീയതയിൽ വിശ്വസിക്കുന്ന ഓരോ അഭിഭാഷക സുഹൃത്തുക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നരേന്ദ്രമോദിജി നമ്മുടെ പ്രവർത്തകരോട് 370 വോട്ട് കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ലഭ്യമാക്കണമെന്ന് നിർദ്ദേശം നൽകിയപ്പോൾ അഭിഭാഷക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നരേന്ദ്രമോദിജിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ BJPക്കോ NDAക്കോ വോട്ട് ചെയ്യാത്ത 370 വോട്ടുകൾ നിങ്ങൾ ഓരോ അഭിഭാഷകരും കൂടുതലായി നിങ്ങളുടെ സമ്പർക്കത്തിൽ, നിങ്ങളുടെ സ്വാധീനത്തിൽ അത് നരേന്ദ്രമോദിജിക്ക് വേണ്ടി നിങ്ങൾ വാങ്ങി സമർപ്പിക്കണമെന്ന് ഞാൻ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. 370 വോട്ട് ഇതുവരെ BJPക്ക് കിട്ടാത്ത, ഇതുവരെ താമരക്കോട്ട് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ 370 വകുപ്പ് മാറ്റാനുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനവും സധൈര്യം അതിനുവേണ്ടി മുന്നോട്ടിറങ്ങി മറ്റെല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അത് ഫലപ്രദമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചതിന് നമ്മുടെ പിന്തുണയായിട്ട് 370 വോട്ട് പുതിയ വോട്ടുകൾ എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്യാത്ത വോട്ടുകൾ ഓരോ അഭിഭാഷക സുഹൃത്തുക്കളും ചെയ്യിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ്. ഒപ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് എല്ലാവർക്കും വീടുകൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ മഹാസമ്പർക്കമാണ്. മോദിജിയെ അനുകൂലിക്കുന്ന ഓരോ ആളും മഹാസമ്പർക്കത്തിന് യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷൻ അത് സൂചിപ്പിച്ചു. നാളെ എല്ലാവരും വീടുകളിൽ കയറണം. എനിക്കുള്ള അഭ്യർത്ഥന, നാളെ 21-ാം തീയതി, ഈ 4-5 ദിവസം കൂടി ബാക്കിയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ബൂത്തുകളിൽ ഇറങ്ങാൻ സാധിക്കും. ഒപ്പം അതിലും ഒരു 370 വീടുകൾ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം ഇനിയുള്ള ദിവസം. അങ്ങനെ നമ്മുടെ ദൗത്യം 370 വീടുകൾ നാം സമ്പർക്കം ചെയ്യുന്നു. 370 കൂടുതൽ വോട്ടുകൾ നാം നരേന്ദ്രമോദിജിയുടെ ചിഹ്നത്തിന്, നരേന്ദ്രമോദിജിക്ക് ആ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, പിന്തുണ അർപ്പിച്ചുകൊണ്ട് ലഭ്യമാക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കണ്ണൂർ ജില്ലയിലെ അഭിഭാഷക സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭയങ്കരമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം ഒരുപാട് സംസാരിക്കാൻ അഭിഭാഷക സംഗമത്തിന്റെ അധ്യക്ഷൻ അറിയപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് അവർ, ജില്ലാ സെക്രട്ടറി ശ്രീ സന്ദീപ്, അധികാരികളുടെ പരിചയക്കാരൻ ബാലരാജി, കിഷോർ വക്കീൽ, രമേശ്, എൻ്റെ സഹപാഠി, എല്ലാവരും. ഇതുകൊണ്ട് എൻ്റെ ബാബുരാജ് കൂടി എത്തി. നമുക്കിതൊരു
കുടുംബ കൂട്ടായ്മ പോലെയാണ് എന്നുള്ളത് എല്ലാവരും അറിയാം. ഏതായാലും എന്നെ വിളിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിലാദ്യമായി നന്ദി പറയാം. ഞങ്ങളൊരു പോരാട്ടത്തിലാണെന്ന് എല്ലാവരോടും സൂചിപ്പിച്ചു. ഇതുവരെ ഇല്ലാത്ത ഒരു ചലനം കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം മാത്രമല്ല എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥാനാർത്ഥി അമ്മകനാണ് നോക്കുന്ന സ്ഥാനാർത്ഥി അവസാന വോട്ടെണ്ണി തീർന്നവർ ജയിക്കുന്ന വിഷയം അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നത്. മാറ്റം കണ്ണൂരിൽ ഞാൻ കാണുന്നു. എൻഡിഎക്ക് അനുകൂലമായ ഒരു തരംഗം പുതിയ തലമുറയിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അനുഭവപ്പെടും. എല്ലാവരും നല്ല നിലയിലാണ് എന്നോട് പെരുമാറുന്നത്, എന്നെ സ്നേഹിക്കുന്നത്, എന്നെ കൈവീശുന്നത്, ആലിംഗനം ചെയ്യുന്നത്, അഭിവാദ്യം ചെയ്യുന്നത്, ചായ ഓഫർ ചെയ്യുന്നത്, തംസപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ പുതിയൊരു അനുഭവമാണ്. ഇത് നിങ്ങളെല്ലാവരും കൂടി നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാൻ കഴിയട്ടെ. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാം. എന്തുകൊണ്ട് എൻഡിഎ വിജയിച്ചുകൂടാ എന്ന് നിങ്ങൾ ഓരോരാളും ചിന്തിക്കും. എല്ലാവരും മനസ്സിൽ ജയിക്കോ എന്തിനായി വോട്ട് വേസ്റ്റ് അങ്ങനെ ആരും ചിന്തിക്കണം. അങ്ങനെ കാലാകാലങ്ങളായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വോട്ട് ഷെയർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്കങ്ങനെ ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി ഞങ്ങളങ്ങനെ പോരാടുന്നത് ശരിയല്ല എന്നുള്ളവരൊക്കെ നമ്മളെല്ലാ കാലത്തും അയാൾ ജയിച്ചുകൊണ്ട് ഇയാൾക്ക് വോട്ട്, ഇയാൾ ജയിച്ചുകൊണ്ട് അത് രാഷ്ട്രീയപരമായി നമ്മുടെ ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. നമുക്ക് ഒരു വോട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ട് നമുക്ക് ചെയ്തു എന്ന് ഉറപ്പാണ്. എനിക്കറിയാം, ഞാനൊരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇവിടെ വന്നു. എത്ര പേര് ഇപ്പോഴെന്താ ഈ പാർട്ടിയിലെ ആളുകൾ വോട്ട് ചെയ്യുന്നില്ലെന്ന് അറിയില്ല. എന്റെ പ്രദേശത്ത് ഞാൻ 45 കൊല്ലമായിട്ട് ഇന്ന് വരെ ഒരു ഇപ്പോഴത്തെ എന്റെ പാർട്ടിക്കാർ എന്നെ കാണാൻ പറ്റുന്നത് അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ കാലം നമുക്ക് വേണം. ആ രീതിയിലേക്ക് പ്രവർത്തിച്ചാൽ ഈ പാർട്ടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. ഒരു വോട്ട് അത് നമ്മുടെ ശക്തി. നമുക്കിപ്പോ ഒരു ശത്രുവിനെ ഒന്നും മുന്നിൽ കാണാം. ഇപ്പൊ അത് ഞാനിത് ശത്രുവിനെ മുന്നിൽ കാണുന്നത് പറഞ്ഞാൽ ഇന്നും ഇന്നലെയുമായി പല ആളുകളുമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ജയിക്കൂലല്ലോ, പിന്നെ മറ്റോ ജയിച്ചു പോകുമല്ലോ. മറ്റോ ജയിച്ചാൽ നമുക്കെന്താ? നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥി, അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റേ ജയിച്ചു പോകുന്നതുകൊണ്ട് UDFന് വോട്ട് ചെയ്യുന്നൊരു സമീപനം നമ്മുടെ പാർട്ടിക്കാർക്കുണ്ടാകണം. കാരണം ഒരു MP-ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ കരയേണ്ടി വരും. പാർലമെന്റിൽ ഒരു MP 54 നിന്ന് 55 എത്തിയാൽ പ്രതിപക്ഷ നേതാവ് പദവി രാഹുൽ ഗാന്ധിക്ക്, അതൊരു മന്ത്രിക്ക് തുല്യമായ പദവിയാണ്. നമ്മൾ കണ്ട 30-ൽ താഴെ അവരെ സീറ്റ് എത്തിക്കുകയാണ്. നമ്മളിപ്പോ എല്ലാ കാലത്തും കണ്ണൂർ ജില്ലയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഞങ്ങളൊരു സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ആ സെന്റിമെന്റ്സ് മാറ്റി വെക്കണമെന്ന് എനിക്ക് എന്റെ സമകാലികന്മാരോ അല്ലെ എന്റെ ജൂനിയേഴ്സോ എന്റെ സീനിയേഴ്സ് ആളുകൾ അവരോട് അഭ്യർത്ഥിക്കാം. നല്ല അനുകൂലമായ സ്ഥലം ഒരു പ്രദേശത്ത് പോലും നമുക്ക് അനക്കമില്ലാതെ ഇരുന്നിട്ടില്ല. എല്ലാം ഞാൻ പറയുന്നത് 43 ദിവസമായി. ഞാൻ 3-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എല്ലാ ദിവസവും പത്രം വയ്ക്കുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പിന് 5 ദിവസം. ആ 5 ദിവസം ഞാൻ തയ്യാറാണ്. സുസജ്ജ ഒരു നിമിഷം പോലും ഞാൻ ഉച്ചക്ക് വിളിച്ചു വന്നതേ 10 മിനിറ്റ്. അപ്പൊ അത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴേ ഞങ്ങളെ പല ആളുകൾക്കും ഇപ്പോഴും സംശയം നീങ്ങിയിട്ടില്ല എന്നതാണ് എനിക്ക് വിഷമമുണ്ടാക്കി. ചില നല്ല കേന്ദ്രങ്ങൾ തന്നെ വിളിച്ചു പറയുക ഇവിടെ വോട്ട് ചെയ്യാൻ, പക്ഷേ വോട്ട് വേസ്റ്റായി പോയി. ഞങ്ങൾ ഓരോ വോട്ട് വർദ്ധിപ്പിച്ച് ഞങ്ങള് വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ വേസ്റ്റായി പോയില്ല മറ്റൊരു ചെയ്യുക. അത് നിങ്ങൾ മറന്നേക്കും. മറ്റുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് മറക്കുക. NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയാണ്. എന്റെ പേരും എല്ലാം നിങ്ങൾ മറന്നിട്ട് നരേന്ദ്രമോദിജിയാണ് മത്സരിക്കുന്ന. എന്റെ ചിഹ്നം താമരയാണ്. താമര മാത്രം കണ്ട് ബൂത്ത് തലത്തിൽ ഒരാളെ വോട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. ഇത്തവണത്തെ വോട്ട് ഞാൻ 2009 തൊട്ടിട്ട് എല്ലാ വോട്ട് ശതമാനത്തിന്റെ ലിസ്റ്റുള്ളതാണ്. ഞാൻ എന്റെ ബൂത്തിൽ ഞാൻ 1ാം സ്ഥാനമാകാൻ ഞാൻ ശ്രമിക്കുമെന്ന് തീരുമാനിച്ചാൽ എന്റെ ബൂത്തിൽ കഴിഞ്ഞ കുറെ കാലം 30-നും 33-നും ഇടയിൽ വോട്ടുകളാണ്. എന്റെ ബൂത്തിൽ 33 വോട്ടാണ് BJPക്ക് കഴിഞ്ഞ കാലമായിട്ട്. 29, 30, 33, ചിലപ്പോൾ 30-ന് താഴോട്ട് പോകും. എന്റെ ബൂത്തിൽ ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. എന്റെ ബൂത്തിൽ അങ്ങനെയാണ്. ഒരാൾ അവനവന്റെ ബൂത്തിൽ വിജയിക്കും എന്ന് തീരുമാനിച്ചാൽ ഇതിന്റെ മാറ്റമുണ്ടാകും.
അതിനുള്ള പണി ഞാൻ എടുക്കുന്നത്. നമ്മളെ ബൂത്തിലൊന്നും ജയിച്ചിട്ട് പിന്നെ നമ്മള് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കുണ്ട്. അങ്ങനെ ഓരോ ആളുകളും ആത്മാഭിമാനത്തോടുകൂടി എന്റെ ബൂത്തിൽ ഞാൻ വിജയിക്കുമെന്ന് തീരുമാനിച്ചാൽ 1972 ബൂത്തിൽ ഞങ്ങൾ ഇവിടെ മാറ്റമുണ്ടാകും. ആര് ജയിച്ചു വരുന്നതിനെ കുറിച്ച് സംശയിക്കേണ്ട. ഞാൻ ജയിക്കും, എന്നെ ജയിപ്പിക്കുക, ഞാൻ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് ഞാനിവിടെ വോട്ട് ഷെയർ വർദ്ധിക്കുമെന്ന് എന്റെ ചരിത്രത്തിലില്ല. അതിനാണ് ഇങ്ങനെ അധ്വാനിക്കേണ്ടത്. വോട്ട് ഷെയർ തന്നെ വർദ്ധിച്ചു. കാരണം നരേന്ദ്രമോദിക്ക് കൂടുന്ന വോട്ട് ഷെയറിന്റെ പെർസെന്റേജ് സ്ഥാനാർത്ഥിക്ക് വർദ്ധിക്കും. വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നത് എന്റെ ലക്ഷ്യമല്ല. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ ഈ നാട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല. വിജയിച്ചിരിക്കും എന്നെന്റെ ആത്മവിശ്വാസം. അത് ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയും അവസാന നിമിഷം വരെ ഇങ്ങനെ പറയണം. അത് തോറ്റു കഴിഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്തണം എന്നാണ് നമ്മളൊക്കെ പണ്ട് പഠിപ്പിക്കുക. അതല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള ആത്മാഭിമാനം ഞങ്ങൾ കണ്ണൂർ അത്ഭുതം സൃഷ്ടിക്കണം. കാരണം ഞാൻ പലപ്പോഴും പറയാറ്, ഞാൻ ഇപ്പോ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഓഫീസിന് വേണ്ടി കുറെ ആളുകളെ സമീപത്ത് പോയി. എല്ലാവരും തരാൻ പറഞ്ഞു. പക്ഷെ അവസാനം പറഞ്ഞ് പള്ളി കമ്മിറ്റി വിലക്കി BJP ആയിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ ശക്തിയായി നിന്നില്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള അപമാനം നമുക്കുണ്ടാകും. നിങ്ങൾ ഒരു സംശയമുണ്ട്, കണ്ണൂരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇത് തന്നെയാണ്.